ഹലോ ഗൈസ്, ഡേവിഡ് ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ എന്ന് വെച്ചാൽ അൺബോക്സിങ് വീഡിയോയിൽ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടാൻ ഉണ്ടാക്കിയിട്ടും പിന്നെ മറ്റേ ഹലോ കിറ്റി ഉണ്ടാക്കിയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ല. അപ്പോൾ അത് രണ്ടും പിന്നെ മറ്റേ വെള്ളക്കാറില്ലേ ഗൈസ്, വെള്ളക്കാർ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്മൂത്തായിട്ടുള്ളത്, അതിൻ്റെ സസ്പെൻഷൻ അന്ന് കണ്ടതല്ലേ ഗൈസ്, അതുക്കും മേലെയാണ് അതിൻ്റെ സസ്പെൻഷൻ. ഭയങ്കര സസ്പെൻഷൻ ആട്ടോ അതിൻ്റെ. അപ്പം എന്തായാലും അതൊക്കെയാണ് ഇന്ന് കണ്ടോ. ചെറിയ വീഡിയോ കൂടി വന്നാൽ ഒരു 8 മിനിറ്റ്, അതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ജസ്റ്റ് കാണിക്കലാണല്ലോ. ഇതേ ഗൈസ്, ഇതാണ് കട്ടാനാന്ന് പറഞ്ഞത്. കാണാൻ ഇത് ഇതേപോലെ ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഗൈസ്, ഇത് ബാക്കി വന്ന പീസ് കൊണ്ട് ഞാൻ വെറുതെ ഉണ്ടാക്കിയതാട്ടോ, അല്ലാണ്ട് ഇതിനകത്ത് ഇത് ഉണ്ടാക്കാൻ തന്നേക്കണമെന്നൊന്നല്ല, പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാക്കാൻ തന്നേക്കണതായിരിക്കും. എന്തായാലും ബാക്കി വന്ന പീസ് കൊണ്ട് ഞാനിങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടാന സീൻ സാധനമല്ലേ ഗൈസ്, നല്ല രസമുള്ള സാധനം കേട്ടോ ഇത് ഗൈസ്. പിന്നെ ഉണ്ടല്ലോ ഈ കട്ടാനയുടെ ഇല്ലേ റിയൽ സ്കെയിൽ മോഡൽ പോലത്തെ ഇത്ര ഉള്ളത് 65 റിങ്കറ്റ്. എൻ്റെ പൊന്നെ, 1000 രൂപയുടെ മേലെ. അത് പക്ഷേ സ്റ്റീലാണ്, അതിനെക്കാട്ടി നല്ലത് ഇതല്ലേ ഗൈസ്. അത്യാവശ്യം നല്ല ലുക്ക് കൊണ്ട് കാണാൻ പെടയാണ്, പിന്നെ ഇതാണ് മറ്റേ ഹലോ കിറ്റി. ഇത് ഭയങ്കര പാടായിട്ടുണ്ടാക്കാൻ, ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാടാ. ഇതൊക്കെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളൊരു വഴിയാവും ഗൈസ്, ഭയങ്കര പാടാ. ഈ പീസ് എന്ത് ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചപ്പോൾ തിരിഞ്ഞു പോയി. ഇത് അങ്ങോട്ടായിരുന്നു വെക്കേണ്ടത്. ഈ ഭാഗമില്ലേ ഗൈസ്, ഈ പീസ്, ഇത് ഈ പീസിൻ്റെ താഴെ വരുന്ന രീതിയിൽ വെച്ചപ്പോൾ തിരിഞ്ഞു പോയി. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇപ്പുറത്ത് കറക്റ്റായി. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഇത്തിരി നല്ല പാടാണ്, ഇത്തിരി ഇല്ല നല്ല പാടാണ്, ഭയങ്കര പാടാണ്. ഒരു വഴിയാവും ഗൈസ് ഇത് ഉണ്ടാക്കുമ്പോൾ, കാരണം ഇത് ഭയങ്കര ലെയറായിട്ട് ഉണ്ടാക്കണം, ഭയങ്കര പണിയാണ്. പക്ഷേ ഇത് ഫസ്റ്റ് ഞാൻ ഇതുണ്ടാക്കിയ കാരണം ഇതുണ്ടാക്കാൻ പിന്നെ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഹെഡ്സെറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു, പുതിയ ഹെഡ്സെറ്റ്. പിന്നെ ഞാൻ ഒരു കുഞ്ഞ് റാം ഉണ്ടാക്കി വെറുതെ. ഇതാണ് ഗൈസ് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഇത് കണ്ടായിരുന്നായിരിക്കും, ഇത് കണ്ടായിരുന്നായിരിക്കും. ബട്ട് ഇതിൻ്റെ സസ്പെൻഷൻ റിയലി കണ്ടോ ഗൈസ്, ഇതിൻ്റെ ഫ്രണ്ടിലാണ് സീൻ. ഇതാ കണ്ടോ ഗൈസ് സസ്പെൻഷൻ. ഇത് 2 ടയർ ഒരുമിച്ചുള്ളത് കേട്ടോ, സെപ്പറേറ്റ് ആണെങ്കിൽ കണ്ട ഇത്രയും തിരിഞ്ഞിട്ടും ഈ ടയർ പൊങ്ങാത്തത് കണ്ട. ബാക്ക് ടയർ പൊങ്ങും, പക്ഷെ ഇപ്പോൾ പൊങ്ങണില്ലല്ലോ. അതാണ് ഗൈസ്, അത്ര സീൻ സസ്പെൻഷനാണ് ഇതിനുള്ളത്. ഞാൻ അന്ന് വിചാരിച്ച അത്ര വലിയ സസ്പെൻഷനൊന്നും ഉണ്ടാവില്ല എന്ന്. ബട്ട് ഈ സംഭവം ഉണ്ടല്ലോ, നോക്ക് ഗൈസ്, ഇളകണത് സീൻസാണ്. ഇത് കണ്ട വർക്കാണത്, ഇത് കണ്ട. പിന്നെ ഇത് ഭയങ്കര സീനായി കാണാനായിട്ട്. ഇത് ഇങ്ങോട്ട് ജയിക്കുമ്പോൾ ഇത് പൊങ്ങില്ല, ഇതും പൊങ്ങില്ല, ഇതല്ലെങ്കിലും പൊങ്ങില്ല. ഇത് കണ്ട പൊങ്ങാത്തത് ഭയങ്കര സീനാട്ടത് ഗൈസ്. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കളിക്കാം. സൂപ്പർ സാധനം. എന്തായാലും ഇത്ര സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത് കണ്ട അല്ല, സസ്പെൻഷൻ ഉണ്ട് ഫ്രണ്ടിൽ. ഇത്ര സീനാണ് ഫ്രണ്ട്. ഞാനന്ന് പറഞ്ഞത് ഫ്രണ്ടിൽ കുറവായിരുന്നു എന്നാണ് തോന്നുന്നു ഞാനന്ന് പറഞ്ഞത്, പക്ഷെ ഫ്രണ്ടിലാണ് സീന്. ബാക്കിലുണ്ട്, പക്ഷേ ഇങ്ങനത്തെയാണ് ഉണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ ഇത്രയുണ്ട്, പക്ഷെ ബാക്കിലത്തെ ഇത് കണ്ടോ, പിന്നെ എന്തെന്നാ പറയേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കണ്ടോ. ഇത് മുട്ടിയാ നിൽക്കണത്, ഇനി ബാക്ക് മുട്ടിയാ നിൽക്കണത്. ഇത്രയും താന്നിട്ടാട്ടോ ഇത് നിൽക്കണേ. പക്ഷേ ഈ വണ്ടി എന്ന് പറയുന്നത് സീൻ വണ്ടിയാണ്. ഇത് വെച്ച് ഞാനൊരു റാം പോലെ ഉണ്ടാക്കിയതാണ്, പക്ഷെ ഇത് അധികം വർക്കാവത്തൊന്നുമില്ല. പിന്നെ ഉണ്ടല്ലോ, ഇത് ഞാൻ ഇവിടെ തന്നെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഡ്രോണിൻ്റെ ഇത് നന്നായി വരും. ഒരു ഇഞ്ചിൻ്റെ ഇറക്കി വെച്ചാൽ ഞാനത് ഉദ്ദേശിച്ചതെന്നറിയാം. ശരിക്കും ഇവിടെ കുറച്ചുകൂടി കെറുവായിട്ട് ഇങ്ങനെ ഒന്ന് ബാക്ക് ഫ്ലിപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ സാധനം ഇത്തിരി സീനാണ്. ഇന്നൊന്നാവില്ല എന്നൊക്കെ തോന്നുന്നു, ഇന്നൊന്നാവില്ല. ഒന്നളിയാ ഒന്നാവടാ. ഓ ഗൈസ്, അതവിടെ തൂങ്ങി നിന്നു, പിന്നെ തൂങ്ങി നിന്നു.
മതിടാ. പിന്നെ എന്താണെന്നറിയില്ല ഗൈസ്, ഫ്ലിപ്പ് അടിക്കാൻ ഇത്ര മടി. ഞാൻ വീഡിയോ എടുക്കണ കാട്ടി തന്നെ ഫ്ലിപ്പ് അടിച്ചാട്ടോ, പക്ഷെ കറക്റ്റൊന്നും വന്നില്ല. ഒത്തിരി പ്രാവശ്യമായിട്ട് അതങ്ങ് ഫ്ലിപ്പ് അടിച്ചു ഗൈസ്. തലകുത്തി വീണമെന്നുള്ളു. ഇത് പയ്യെ വിട്ടോ. വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇതാണ്, അത്ര വലിയ ഫ്ലിപ്പിംഗ് ഒന്നുമില്ല ഈ പറയണ മാതിരി. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് താഴ്പോയില്ല ഭാഗ്യം. അതവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫ്ലിപ്പ് അടിക്കുന്ന രീതിയാണ് ചോദിച്ചത്. ഇത് വളരെ ഒരു സിമ്പിൾ ഐഡിയ. കട്ടി പറഞ്ഞു മെറ്റേ പറഞ്ഞാട്ടോ, 2 കാർബോർഡ് എടുത്തിട്ട് ഇങ്ങനെ മടക്കി ഉണ്ടാക്കാൻ. മെറ്റയോട് ചോദിച്ചപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ ചോദിച്ചപ്പോൾ മെറ്റയെ പറഞ്ഞതാണ്. ഒടുക്കത്തെ ബുദ്ധിയായിട്ട് കേസ് മെറ്റയ്ക്കൊക്കെ കണ്ടാ ഉണ്ടാക്കി വെച്ചേക്കണ സാധനം നോക്കി. ഫ്ലിപ്പ് പോയിട്ട് മഴയ്ക്ക് കയർത്തും കൂടി ഇല്ലേ കുന്തറാണ്ട് സീൻസ് തന്നെയാണ് കേസ്. പിന്നെ ഇത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലേഷ്യൻ്റെ ഇല്ല കേസ്, കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ സ്ക്രൂ ഡ്രൈവറും ഇവിടെ ഈ മോട്ടോർ ബൈക്ക് വരുന്നത് ഞാൻ മാറ്റി വെച്ചതാണ്. ആ സ്ക്രൂ ഡ്രൈവർ ഞാൻ ഇവിടെ വെച്ചു കേസ്, സ്റ്റാൻഡിൻ്റെ ബാക്കിൽ കണ്ട. ഇതിപ്പോൾ മറ്റേ ട്യൂൺ ടവറാണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.